ദേവാനാം ച ഹൃഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. ദേവന്മാരുടെയും ഋഷികളുടെയും ഗുരുവും ബുദ്ധിക്ക് പാത്രമായവനും മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനും സ്വർണവർണ്ണത്തോടു കൂടിയവനുമായ ആ ഗുരുവിനെ, ദേവന്മാരുടെ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ വ്യാഴത്തിൻ്റെ അതിവിശിഷ്ടമായ ശ്ലോകമാകുന്നു ഇത്. വ്യാഴൻ ദേവാചാര്യനാകുന്നു. ജീവഹ എന്നൊരു പര്യായമുണ്ട് വ്യാഴത്തിൽ. ജീവയതി ഇതി ജീവഹ, ജീവിപ്പിക്കുന്നവനാവുന്നു. ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ചാലും ആ ജനന സമയത്ത് ദൃഷ്ടേ അമരരാജമന്ത്രിണ, ദേവന്മാരുടെ ഗുരുവായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ അയാൾ ദീർഘായുസ്സായും സുഖത്തോടു കൂടിയും ജീവിക്കും, ജനിച്ചു വരും എന്ന് പറയുന്നു. അതാണ് ജീവയതി ഇത് ജീവഹ, ജീവിപ്പിക്കുന്നവനാണ്. ഈ വ്യാഴമാണ് ലോകത്തിൻ്റെ സമ്പത്തിനെ നിയന്ത്രിക്കുന്നത്. വ്യാഴം എപ്പോൾ മകരത്തിൽ വരുന്നു ആ സമയത്തൊക്കെ ലോകത്തിൽ ധനപരമായ അപജയങ്ങൾ നടന്നിട്ടുണ്ട്. വ്യാഴം ബുദ്ധിയുടെ കാരകനാണ്. വ്യാഴം സന്താനങ്ങളുടെ കാരകനാണ്. ധീജിത് പുത്ര അംഗസൗഖ്യം, ധീ ബുദ്ധി, ചിത് മനസ്സ്, പുത്രൻ സന്താനങ്ങൾ, അംഗസൗഖ്യം ശാരീരികമായ അംഗത്തിൻ്റെ സുഖവും നിയന്ത്രിക്കുന്നു വ്യാഴം. വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ് ആകുന്നു വ്യാഴം. ഒരു ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ അദ്ദേഹം വലിയ ഉപദേശിയാകുന്നു, കൺസൾട്ടൻ്റ് ആകുന്നു, അധ്യാപകനാകുന്നു, അദ്ദേഹം ചാറ്റേഡ് അക്കൗണ്ട് ആകുന്നു, അയാൾ ISROയിൽ സയൻറ്റിസ്റ്റ് ആകുന്നു. ഇങ്ങനെ ധാരാളം നല്ല കർമ്മങ്ങൾ വ്യാഴം വരുത്തി തീർക്കാറുണ്ട്. ആ വ്യാഴൻ ദുർബലമാണെങ്കിൽ, അനിഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിലോ വളരെയധികം പ്രതിസന്ധികളും ഉണ്ടാക്കും വ്യാഴത്തിന്. ഉന്മാദം, ഭ്രാന്ത് പോലും പറയണം വ്യാഴത്തിന്. അപ്രകാരം ശുഭങ്ങളും അശുഭങ്ങളും ഏത് ഗ്രഹങ്ങളും ചെയ്യും. ആത്മപ്രഭാവകാരകനെ ആദിത്യൻ പവർഫുള്ളാണെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രഭാവം അങ്ങേയറ്റം വളരും. സൂര്യൻ ആദിത്യൻ നീചസ്സനാണെങ്കിലോ അയാൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളും ക്രൂര സ്വഭാവത്തോടു കൂടിയും വർത്തിക്കുകയും ചെയ്യും. അപ്രകാരം ഗ്രഹങ്ങൾക്ക് ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയുമൊക്കെയുണ്ട്. കർക്കിടകത്തിലാകുന്നു വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം. ഇന്ദ്രിയാംശ കർക്കിടകം 5 വ്യാഴത്തിൻ്റെ അത്യുച്ഛമാണ്. അപ്രകാരം വ്യാഴത്തിൻ്റെ അതിനീചം മകരം രാശിയിൽ, മകരം 5 ആകുന്നു. വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ധനുവും മീനവും. ധനുവിൽ വ്യാഴത്തിന് 45 ഡിഗ്രി ബലം, മൂലക്ഷേത്ര ബലമുണ്ട്. ഇവിടെ വ്യാഴം ചാരവശാൽ അതിചാരത്തിലായിരുന്നു കർക്കിടകൻ രാശി തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ. അവിടെ നിന്നും വ്യാഴം ഇതാ ഡിസംബർ മാസം 5-ാം തീയതി വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി പ്രസ്തുത വ്യാഴം 2026 ജൂൺ മാസം 1-ാം തീയതി വീണ്ടും കർക്കിടകത്തിലേക്ക് വരും. ഈ വ്യാഴ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. ആ വ്യാഴത്തിൻ്റെ ആശ്രയഫലം നല്ലതാണ്. ബൗദ്ധേ ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത് സാജീവ്യയുക്ത സുഖി. ആ വ്യാഴം സജീവനാകും, മന്ത്രിയുടെ ജോലി ചെയ്യും, ഉപദേശം കൊടുക്കും, കൺസൾട്ടൻ്റ് ആകാം. ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത്, തനിക്ക് നല്ല അകമ്പടിക്കാരുണ്ടാകും. പരിച്ഛത എന്നാൽ അകമ്പടിക്കാരാണ്, നല്ല ഭൃത്യന്മാരുണ്ടാകും. ഭൂരി വർദ്ധിച്ച അകമ്പടിക്കാരും. ആത്മജ സന്താന ഗുണവും സുഹൃത്തുക്കളും. സാജീവ്യ മന്ത്രിപ്പണി, ഉപദേശം കൊടുക്കുന്ന ജോലിയും. സുഖി സുഖത്തോടു കൂടിയും ഇരിക്കും. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഏതെല്ലാം രാശിക്കാർക്ക് വ്യാഴം സുഖങ്ങൾ തരും, ദുഃഖങ്ങൾ തരും എന്ന വിഷയമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ വൃശ്ചികൻ രാശിക്കാരനാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കാലം ബോംബെയിലായിരുന്നു. എനിക്ക് വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം അതിശക്തമായി 9-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ബോംബെയിലേക്ക് പോയത്. ഞാൻ ബോംബെയിൽ സന്ദർശിക്കാത്തത് 8 വർഷത്തോളമായി. എനിക്ക് നിറയെ ക്ലയൻസുകളുള്ള ഒരു മഹാനഗരമാണ് ബോംബെ. ബോംബെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ബോംബെ മോഹിനിയാണ്. ഞാൻ 10-20 വിദേശ രാഷ്ട്രങ്ങൾ യാത്ര ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ബോംബെയിൽ വിമാനം ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു അസാധ്യമായ വൈബ്, ഓറ, എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അപ്രകാരം ബോംബെയിൽ നിന്നും സഞ്ചരിക്കുമ്പോൾ. അതിനാൽ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായ സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്? ബോംബെയിൽ പോയി. എനിക്ക് ധാരാളം സൗഹൃദങ്ങളുണ്ടായിരുന്നു. ഞാൻ കേവലം 10 ദിവസത്തെ യാത്രക്ക് പോയ വ്യക്തിയായ ഞാൻ വീണ്ടും 10 ദിവസം കൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത്രത്തോളം എനിക്ക് ക്ലയൻസ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പൂനെയിൽ പോകേണ്ട ഒരാഴ്ച പൂനെയിൽ ഫുൾ പ്രോഗ്രാമായിരുന്നു. അതുപോലെ ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ആ വ്യാഴത്തിൻ്റെ പ്രഭാവ സമയത്ത്. പക്ഷേ വ്യാഴം 5-ാം തീയതി മിഥുനത്തിലേക്ക് വന്നു. ശരിക്കും 4-ാം തീയതി മുതൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ അനുഭവിച്ചു. എനിക്ക് അനാവശ്യമായി ഞാൻ എയർപോർട്ടിൽ 4-ാം തീയതി രാത്രി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വലിയൊരു സംഖ്യ, സാധാരണ അക്ബർ ട്രാവൽസിൽ നിന്നാണ് ഞാൻ ദിർഹമൊക്കെ സമ്പാദിക്കാറ് ബോംബെയിൽ നിന്നും വരുമ്പോൾ. ഏത് രാജ്യത്ത് പോകണമെങ്കിലും. ഇപ്പം ലണ്ടനിൽ പോയ സമയത്ത് ഞാൻ കൊച്ചി അക്ബർ ട്രാവൽസിൽ നിന്നായിരുന്നു സ്റ്റെർലിംഗ് പൗണ്ട് വാങ്ങിയത്. ഇപ്രകാരം ഓരോ രാജ്യത്ത് പോകുമ്പോഴും നാം സമ്പാദിക്കും. വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് കാശ് കിട്ടും. പക്ഷേ ഞാൻ എയർപോർട്ടിൽ നിന്നും ധനം എനിക്കിവിടെ ആവശ്യമുണ്ടായിരുന്നു. വാങ്ങിയ സമയത്ത് ഞാൻ കേട്ടത് തുക മറ്റൊന്നായിരുന്നു. പക്ഷെ ഞാൻ അനുവദിച്ചു. കാശ് വാങ്ങുമ്പോഴേക്ക് എനിക്ക് ഭീമമായ നഷ്ടം വന്നു. ആ സംഖ്യക്ക് 12,000 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടുന്ന കാശാണ്. ഞാൻ പറയുന്നത് അതാണ് വ്യാഴം. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന വ്യാഴം ഇന്ന് വൃശ്ചികൻ രാശിയിൽ എനിക്ക് 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. എനിക്ക് വലിയ ധനനഷ്ടമുണ്ടായി. പിന്നെ ഞാനത് ചിന്തിക്കാറില്ല. പോകാനൊരു കാരണമുണ്ടെങ്കിൽ പോകട്ടെ. തിരിച്ച് ഞാൻ ഷാർജയിൽ എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് ഒരു പാകിസ്ഥാനിയുടെ കാറിൽ വെച്ച് ഞാൻ പോകേണ്ട സ്ഥലം പറഞ്ഞു. അദ്ദേഹത്തിന് സ്ഥിരം അറിയുന്ന ആളാണ്. ഒരാവശ്യവുമില്ലാതെ എനിക്കൊരു 7 ദിർഹത്തിന് എത്തുന്ന സ്ഥലമാണ്. അദ്ദേഹം അനാവശ്യമായി യു ടേൺ എടുത്ത് തിരിഞ്ഞ് വന്ന് അദ്ദേഹം അത് 12 ദിർഹമാക്കി. പ്ലസ് ഇവരുടെ സർവീസ് ചാർജ് 3.5 ദിർഹവും. അങ്ങനെ 15 ദിർഹം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. ഇതാണ് വ്യാഴം. നിങ്ങൾ അറിയുക, മേടൻ രാശിക്കാർക്ക് വ്യാഴം ബുദ്ധിമുട്ടുകളുണ്ടാക്കും. മിഥുനൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കും. കർക്കിടകൻ രാശിക്കാർക്ക് 12-ൽ വ്യാഴമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കും. വൃശ്ചികം ഉൾപ്പെടുന്ന എൻ്റെ രാശിക്കാർക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മകരൻ രാശിക്കാർക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കാം. മീനൻ രാശിക്കാർക്ക് മിശ്രഫലം, പലപ്പോഴും സമാധാനം കുറയും. കന്നി രാശിക്കാർക്ക് 10-ൽ വ്യാഴം, മിശ്രഫലമായിരിക്കും ഫലം. അതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇടവൻ രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും തുലാം രാശിക്കാർക്കും ധനുരാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും ഈ വ്യാഴം സത്ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും. നമുക്ക് വിശദമായി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് ചാരവശാൽ 3-ാം ഭാവത്തിലാണ്. യഥാർത്ഥത്തിൽ 3 ഒരു ശുഭഗ്രഹങ്ങൾക്ക് അനുകൂലമായ ഭാവമാണോ? അല്ല തന്നെ. പക്ഷേ ശുഭഗ്രഹമായ ബുധന് 3-ൽ വളരെ ബലവാനാണ്. അപ്രകാരം ചന്ദ്രൻ, വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണെങ്കിൽ 3-ാം ഭാവത്തിലാണെങ്കിലും പ്രായണ നന്മകൾ പ്രദാനം ചെയ്യും. പക്ഷേ വ്യാഴത്തിനും ശുക്രനും നല്ല ഫലം പറഞ്ഞിട്ടില്ല. കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കൃപണത്വം ഉണ്ടാവുക. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം പോലും അപ്രകാരമാണ്. ഭവേദ്യസ്യ ദുസ്സൃത്കോ ദേവമന്ത്രി ലഘൂനാൻ ലഘീയാൻ സുഖ സോദരാണാം കൃതജ്ഞോ ഭവേൽ മിത്രസാർത്ഥ്യേന മൈത്രി ലലാടോദയേപ്യർത്ഥലാഭോന്ന് തത്വൻ. ദേവമന്ത്രിയായ വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ തനിക്ക് ലഘൂനാം ലഘിയാൻ, തൻ്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം പലപ്പോഴും വളരെ മോശപ്പെട്ടു പോകും. സഹോദര ഗുണമുണ്ടാകും. സഹോദരങ്ങളെ തനിക്ക് സംരക്ഷിക്കുക, അവരുടെ സ്വസ്ഥത തനിക്ക് വരും. സുഖസോദരാണ്. കൃതജ്ഞ ഭവതി. കൃതം ഹന്തി ഇതി കൃതജ്ഞ. ഒരു ഉപകാരം ഒരാൾ ചെയ്താൽ അതിന് ഓർമ്മയുണ്ടാകില്ല, അതിന് നന്ദി പ്രകാശിപ്പിക്കുകയില്ല. 3-ൽ വ്യാഴം വരുമ്പോൾ അത് ജാതകത്തിൽ വളരെ സൂക്ഷ്മമാണ് ആ ഒരു ചിന്ത. ഇവിടെ താൽക്കാലികം 5 മാസം 150 ദിവസമാണ് വരുന്നത്. അപ്രകാരമുള്ളൊരു ഡിഫറൻസ്, വ്യത്യാസങ്ങളുണ്ടെന്ന് അറിയുക. മിത്രസാർത്ഥേ ന മൈത്രി. സുഹൃത്തുക്കളുടെ സൗഹൃദം നഷ്ടപ്പെടുന്നു. അതിനാൽ പാർട്ട്ണർഷിപ്പ് ഡീൽ ഒക്കെ ചെയ്യുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കുക.
ലലാടോദിയെ പ്യർത്ഥലാഭോന്ന തദ്വൻ. നെറ്റിത്തടത്തിന് നേരെ ഭാഗ്യം വന്നാലും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. ഇവിടെ സഹോദരങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഭാഗ്യാധിപനായ വ്യാഴം 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. അത് നല്ലതാണ്. ഭാഗ്യാധിപൻ 3-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. പൈതൃകമായ വിഷയത്തിലേക്കൊക്കെ നന്മകൾ പ്രദാനം ചെയ്യാം. സഹോദര ഗുണമുണ്ടാകാം. അവിടെ ശ്രദ്ധിക്കണം. ധർമ്മദൈവങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഒരു വ്രതം ഏറ്റെടുക്കണം. ഈ വ്യാഴം വൈകല്യവാനാണ്, 12-ാം ഭാവാധിപനാണ്. അതിനാൽ വളരെയധികം ശാരീരികമായി ഇയർ നോസ് ത്രോട്ടുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ഉറക്ക് വളരെ കുറയും. ഇതൊക്കെയാണ് ദോഷഫലങ്ങൾ. സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം. തനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഇതൊക്കെ നെറ്റിത്തടത്തിന് നേരെ വന്നും അത് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതിനാൽ ഏറ്റവും അധികം മേടൻ രാശിക്കാർ ജാഗ്രത പാലിക്കണം ജൂൺ 1 വരെ. പിന്നീട് വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരും. അതിനാൽ അനുഭവങ്ങൾ കുറയുന്നത് കൊണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം നിർബന്ധമായും വ്യാഴാഴ്ചകളിൽ തുളസിമാല പാൽപ്പായസം ചെയ്യുക. ഒരു 20 ആഴ്ചകളിൽ വ്യാഴാഴ്ചകൾ അങ്ങനെ പോകട്ടെ, 5 മാസമാണ്. 20-22 വ്യാഴാഴ്ചകളിൽ പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്യുക. വ്യാഴാഴ്ച ഭഗവാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നീക്കുക. നാരായണ കവചവും വിഷ്ണു സഹസ്രനാമവും ചൊല്ലിക്കൊണ്ട് ഈ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്തെ വാങ്ങുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ്, നല്ല സഹോദര ഗുണം വരും, നല്ല സഹായികളെ കൊണ്ട് ഗുണം വരും. സൗമ്യ സഹോദര സഹായ ആരോഗ്യാധികം സ്യാത് ഫലം എന്ന് പറഞ്ഞിരിക്കുന്നു. 3-ൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ ഭാഗ്യാധിപനാണ്. പലപ്പോഴും സ്വന്തം ദേശത്തിൽ നിന്നും ഭാഗ്യം കൂടുതൽ അനുഭവിക്കും. അന്യദേശത്തിനേക്കാളും സ്വന്തം ദേശത്തിൽ നിന്നും ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു അവസരവും ഈ വ്യാഴം സൃഷ്ടിക്കപ്പെടുമെന്ന് അറിയുക. പ്രാർത്ഥനകൾ ചെയ്യുക. അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.